മുത്തശ്ശി, ഇപ്പൊ നമ്മള് ഒരുപാട് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, ഒക്കെ ചെറിയ മക്കളുണ്ട്, പ്രായമായവരുണ്ട്. അപ്പൊ മുത്തശ്ശിയാണ് ഇതിൽ ഏറ്റവും മുതിർന്ന ആള്. അപ്പൊ മുത്തശ്ശിയുടെ പ്രായത്തിൽ എങ്ങനെയായിരുന്നു വിഷു ആഘോഷമൊക്കെ? പണ്ട് പുറത്ത് ചവറ അടിച്ച് കൂട്ടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ കണി വയ്ക്കുന്ന സമയത്ത് പടകം പൊട്ടിക്കുക, എന്നിട്ട് കണിക്ക് തീ കൊടുക്കുക. അങ്ങനെ കാണുമ്പോൾ ഒരു രസമായിരുന്നു. കുട്ടികളൊക്കെ ആർത്ത് വിളിച്ച് രസിച്ച് നടക്കും. ഞങ്ങൾ ചെറുതാകുമ്പോൾ കുറച്ച് മുന്നെയാണ് അതൊന്നും ഇല്ലാതെ ആയത്. കാരണം പറമ്പ് വൃത്തിയാവും ചെയ്യും, അതേ സമയത്ത് നല്ല രസമാണ് ഈ സന്ധ്യ സമയത്ത് പടക്കം പൊട്ടുമ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ കരിയിലൊക്കെ കത്തിച്ച്, അതേപോലെ കണിയുടെ സമയം, പിന്നെ പുലർച്ചെ കണി വെക്കുന്ന സമയത്ത് നല്ല കോമ്പലൊക്കെ പൊട്ടിച്ച് ആകെ എല്ലാ വീട്ടിലും ഒരു മത്സരം പോലെയൊക്കെ ആയിരുന്നു. എവിടെ ആദ്യം പടക്കം പൊട്ടുന്നത്. അതായത് കണിക്കൊരു സമയം ഉണ്ടാവും, എന്നാലും ചിലപ്പോൾ ചിലരൊക്കെ നേരം വൈകില്ലേ. അപ്പം അങ്ങനെ അതൊക്കെ ഒരു രസമായിരുന്നു. വിഷു എന്ന് പറയുന്നത് വിഭവങ്ങൾ, അതായത് നമ്മുടെ കാർഷികോത്സവം കൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് കുറേ വിഭവങ്ങളും, അതായത് പഴങ്ങളായാലും പച്ചക്കറികളായാലും ഒക്കെ വിളവെടുക്കുന്ന ഒരു സമയം, അതിൻ്റെ പ്രതീകാത്മകം അതും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ കണിക്ക് നമ്മളിതെല്ലാം ഒരുക്കുന്നത്. തിറക്കാലത്തും തെയ്യംകാലത്തൊക്കെയാണ് നമ്മുടെ വിഷു വരുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഈ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ആ രീതി പിന്തുടരുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെതായ രീതി ഏത് കാലത്തും ഉണ്ടാവും. പഴയതിൻ്റെ രസമുണ്ട്, ഇപ്പോഴുള്ളതിൻ്റെ രസമുണ്ട്. വെറും പടകം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും മാത്രമല്ല വിഷു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ല സംരംഭം ആരംഭിക്കാനും വിഷു ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. നിങ്ങളൊക്കെ ആൽഫ കിഡ്സ് ആണ്. അപ്പം നിങ്ങൾ ഈ വിഷുവിനെ എന്താ നിങ്ങളിങ്ങനെ എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ വിഷുവിന് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്ന കൈനീട്ടം കിട്ടാനാണ്. അത് കൂട്ടി വെച്ചിട്ട് ഞങ്ങൾ പോക്കറ്റ് മണി പോലെ കുറേ ആളെ അടുത്തുനിന്ന് കിട്ടില്ല കൈനീട്ടം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ വാങ്ങണം എന്നുള്ളതൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് വിഷു എന്ന് പറയുന്നത്. പിന്നെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, ഭയങ്കര ഒരു ആഘോഷമാക്കിയിട്ടെടുക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. വടക്കൻ കേരളത്തിൽ മറ്റേത് ആഘോഷത്തിനേക്കാളും പ്രാധാന്യം വിഷുവിനാണ്. പടക്കം പൊട്ടിച്ചും സദ്യ ഒരുക്കിയും ആഘോഷം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കും. ഈ തെയ്യത്തിനും തിറയ്ക്കും ഒപ്പം എത്തുന്ന ഈ വിഷു ഇവിടെ ഇത്തിരി എക്സ്ട്രാ സ്പെഷ്യലാണ്. അപ്പോൾ ഹാപ്പി വിഷു. ക്യാമറമാൻ അരുൺ കിഷോറിനോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.